ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനൂർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വലിയൊരു പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് രവി ഇതൊന്നും കേൾക്കാതെ സച്ചിയോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ നേരെ കയറി പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി രവിയുടെ പിന്നാലെ ഓടിച്ചെന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് അച്ഛൻ എന്താ അച്ഛൻ എന്നോടൊന്നും പറയാഞ്ഞത്? എന്നെ മുഖത്ത് പോലും നോക്കിയില്ലല്ലോ, എന്നോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ അച്ഛൻ ഇത് എങ്ങോട്ട് പോവുകയാണ്? എന്തെങ്കിലും എന്നോടൊന്ന് പറ അച്ഛ. ഞാൻ ചെയ്തത് വളരെയേറെ തെറ്റായ കാര്യമാണെന്ന് എനിക്കറിയാം അച്ഛ. പക്ഷേ വേറൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. രേവതിയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് നീ തന്നെ വേണം പരിഹരിക്കാൻ. അവർക്ക് വേറെ ആരുമില്ല എന്നൊക്കെ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. രേവതിയുടെ കുടുംബം അച്ഛന് വലിയ ഇഷ്ടമുള്ള കുടുംബം തന്നെയല്ലേ. അതുകൊണ്ടല്ലേ രേവതിയെയും എൻ്റെയും കല്യാണം അച്ഛൻ നടത്തി തന്നത്. അതിനു വേണ്ടിയല്ല അച്ഛ എന്നൊക്കെ പറഞ്ഞപ്പോൾ രവിയുടെ മുഖഭാവം ഒന്ന് മാറിയ. അപ്പോൾ രവി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി വീണ്ടും പറയണം, അച്ഛാ ഞാൻ ചെയ്തത് തെറ്റാണ് അച്ഛാ. പക്ഷേ അവന് പഠിക്കാൻ വേണ്ടിയാ. അവൻ്റെ പഠിത്തം മുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ ജീവിതം എന്താകും അച്ഛാ? അവൻ വേറെ ജോലിക്ക് പോകും, പിന്നെ അവൻ്റെ ഭാവി തൊലയില്ല അച്ഛാ. അതുകൊണ്ട് അച്ഛാ ഇങ്ങനൊരു വഴിയെ എൻ്റെ മുന്നിൽ കണ്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അച്ഛാ എന്നൊക്കെ പറയാം. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവി പറയാണ്, നീ ചെയ്തത് ശരി തന്നെയാണ്, പക്ഷേ നീ ചെയ്യാൻ തിരഞ്ഞെടുത്ത വഴിയില്ലേ, അതാണ് തെറ്റായി പോയത്. ഇങ്ങനൊരു പ്രവൃത്തി നീ ചെയ്യണ്ടായിരുന്നു. ആ സാറിനെ വെറും മണ്ടനാക്കുകയല്ലേ നീ ചെയ്തത്, ആ പ്രിൻസിപ്പളെ. അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഇതിനെ വേറെ എന്തെല്ലാം വഴികളുണ്ട്. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലോ. നീ പറഞ്ഞോ? അതും പറഞ്ഞില്ല. എന്നിട്ട് നിന്റെ തന്നെ ഇഷ്ടത്തിന് നീ ചെയ്തു. അതുകൊണ്ടല്ലേ നിന്നെ പോലീസുകാർ പിടിച്ചിട്ട് പോയത്. ഇനി എപ്പോഴാ ജയിലിൽ കിടക്കുന്നത്? ഇനി ഇങ്ങനെ ജയിലിൽ കിടക്കോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അച്ഛാ എനിക്കറിയില്ല അച്ഛാ, ഞാനല്ലല്ലോ ജയിലിൽ കിടക്കുന്നത്, എന്നെ പോലീസുകാർ കൊണ്ടേ ജയിലിലോട്ട് ആക്കുകയല്ല അച്ഛാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവിയും ഒറ്റ ചിരിയാണ്. ദെൻ നിനക്ക് ഒരു വെച്ചനാളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി കിടന്ന് ഭയങ്കര ചിരിയാ. അപ്പം രവി ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും രേവതിക്കും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ദേ അച്ഛൻ്റെ പിണക്കം മാറിയല്ലോ. എടാ കയറി വാടാ, ഇനി മേലെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യരുത് കേട്ടോ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്യണം, അല്ലാതെ തെറ്റായ വഴിയൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്. അത് മറ്റുള്ളവർക്കും ദോഷമല്ലേ. എന്തിനാണ് നടുറോട്ടിൽ കിടന്ന് നിങ്ങൾ രണ്ടുപേരും തല്ലുകൂടിയത്? അത് മറ്റുള്ളവരുടെ കണ്ണിൽ നീ കുടിച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്നല്ലേ കരുതുന്നത്. നമ്മൾ നല്ലതിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്, പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊരു തെറ്റുകാരനായി തീരും. അതാണ് ഇപ്പോഴത്തെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് രവി ഇങ്ങനെ പറയാം. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും, അച്ഛൻ ഞാൻ അങ്ങനെ ചെയ്യില്ല അച്ഛാ, ഉറപ്പായിട്ട് അങ്ങനെ ചെയ്യില്ല. അച്ഛൻ വാ, അച്ഛൻ എന്നോട് മിണ്ടാതിരിക്കരുത് അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തിനെയാണ്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്. ആ സമയത്ത് നമ്മുടെ വർഷ പറയാണ്, ശ്രീകാന്തേ നീ എവിടെ പോവാ ശ്രീകാന്തേ? ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു. ഡ്യൂട്ടിക്ക് പോകണ്ടേ? എനിക്ക് പനിയായപ്പോഴാണോ നിനക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് തോന്നിയത്? നിനക്ക് പനിയാണോ? എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ കൈവച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ചൂട്. അയ്യോ വർഷേ നിനക്ക് പനിയാണല്ലോ. എനിക്ക് പനി വന്നിട്ട് പോലും നീ അറിയുന്നില്ലല്ലോ. ഞാൻ എങ്ങനെ അറിയാനാണ് വർഷ, നീ പറയാതെ. നിനക്കെന്നൊന്ന് വിളിക്കാറുന്നില്ലേ? എന്നോട് പറയാറുന്നില്ല നിനക്ക് പനിയാണെന്ന്. എനിക്ക് വർത്താനം പോലും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ശ്രീകാന്തേ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാതിരുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, മെഡിസിൻ തരട്ടെ. ഹോസ്പിറ്റലൊന്നും പോകണ്ട ശ്രീകാന്തേ, എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നാൽ മതി. നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോകണ്ട. ഡ്യൂട്ടിക്ക് പോകണ്ടെന്നാ? പക്ഷേ അതെങ്ങനെ സാധ്യമാവും വർഷേ? ഇന്ന് വലിയൊരു ഓർഡർ പിടിച്ചിരിക്കുകയായിരുന്നു, അതെല്ലാം റെഡിയാക്കി കൊടുക്കണം. ഞാൻ പോയില്ലെങ്കിൽ ആകെ പണി പാളും വർഷേ. വേണ്ട, എന്നെക്കാലം വലുതാണോ നിനക്ക് നിൻ്റെ ഹോട്ടൽ ജോലി ഓർഡർ? അല്ല, നീ തന്നെയാണ് വലുത്. പക്ഷേ ആ പ്രിയ എന്ന് പറഞ്ഞ ഓണറില്ലേ, പ്രിയക്ക് ഞാൻ വാക്ക് കൊടുത്തതാ, ആ ഓർഡർ പിടിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന്. ഞാനപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവൂലേ വർഷയെന്ന് പറഞ്ഞപ്പോഴേക്കും, വേണ്ട, നീ എങ്ങോട്ടും പോകണ്ട. ഭാര്യയ്ക്കൊരു അസുഖം വന്നാലേ കൂടെ നിൽക്കണം, കൂടെ ഇരുന്ന് അവളെ ശുശ്രൂഷിക്കണം. അതാണ് നല്ലൊരു ഭർത്താവിൻ്റെ കടമ. നീ അങ്ങനെയൊന്നും ചെയ്യാതെ പോവുകയാണോ ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഇവിടെ രേവതി ചേച്ചി ഉണ്ടല്ലോ, രേവതി ചേച്ചിയോട് പറയാൻ നോക്കാനായിട്ട്. രേവതി ചേച്ചിയാണോ എൻ്റെ ഭർത്താവ്? നീയല്ലേ എൻ്റെ ഭർത്താവ്. രേവതി ചേച്ചിക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണം, അവരുടെ ഭർത്താവുണ്ട്. പിന്നെ നീ എന്തിനാ അതിൽ കയറി ഇടപെടാൻ നിൽക്കുന്നത്? നീ എൻ്റെ ഒപ്പം നിൽക്കണം. നിൽക്കൂല ശ്രീകാന്തേ. നീ എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊരു സ്നേഹമില്ലെന്ന് ഞാൻ കരുതുള്ളൂ. ശരി, ഞാൻ നിൽക്കാം. ഏതായാലും ഞാൻ വർക്കിന് പോകുന്നില്ല. പക്ഷേ ജോലി തെറിക്കണമെങ്കിൽ തെറിക്കട്ടെ. നമുക്കേ സ്വന്തമായിട്ടൊരു ഹോട്ടലിടാം. നിനക്ക് എന്താ വർഷയെ പറ്റിയത്? അതെ,
എനിക്ക് നീ ഇന്ന് എൻ്റെ കൂടെ തന്നെ വേണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയാം. ശരി, ഞാൻ ഏതായാലും വിളിക്കാന്നൊക്കെ പറയാം. അങ്ങനെ വിളിക്കാന്ന് പറയുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നത്. അപ്പോൾ വർഷം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആ റെസ്റ്റോറൻറ്റ് ഓണറാ. ഞാൻ എടുക്കാം. വേണ്ട ഞാൻ സംസാരിക്കാം, നീ സ്പീക്കറിലിട്. അങ്ങനെ ശ്രീകാന്ത് സ്പീക്കറിലിട്ടിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ പ്രിയ ചോദിക്കുകയാണ്, ശ്രീകാന്ത് വേറെ ആരെയോ ശ്രീകാന്ത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ മാഡം ഞാൻ വീട്ടിലാണ്. വീട്ടിലോ? ഇന്ന് വലിയൊരു ഓർഡർ പിടിച്ചിരിക്കുകയല്ലേ, നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ ഓർഡർ പിടിച്ചത്, എന്നിട്ട് നീ വീട്ടിൽ തന്നെ കുത്തിരിക്കുകയാണോ? പെട്ടെന്ന് വരാൻ നോക്ക്. അത് പിന്നെ എനിക്കിന്ന് ലീവ് വേണം. ലീവ് വേണമെന്നോ? എന്തിന് ലീവ് വേണം? എന്തിനിപ്പോൾ ലീവ് എടുക്കുന്നത്? അതെ വൈഫിന് സുഖമില്ല മാഡം. പ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈഫിന് സുഖമില്ലെന്നോ? ഒരു എക്സ്ക്യൂസും എന്നോട് പറയേണ്ട ആവശ്യമില്ല. ആ വലിയൊരു ഓർഡറാണ്. ഈ ഓർഡർ നീ ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് വീണ്ടും വീണ്ടും ഓർഡറുകൾ വരുള്ളൂ. നീ ആ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത എന്താണ് ശ്രീകാന്ത്? ഇത് കുട്ടിക്കളിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതല്ല, ഭാര്യയ്ക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ടാണ്. നീയല്ലേ പറഞ്ഞിട്ടുള്ളത് നിന്റെ ഒരു കൂട്ടുകുടുംബമാണെന്ന്? അപ്പോൾ നീ ഇല്ലെങ്കിൽ നിന്റെ ഭാര്യയെ നോക്കാനായിട്ട് വേറെ ആരും ഇല്ലേ അവിടെ? അവരെ ഏൽപ്പിക്ക്, അവരും നോക്കിക്കോളും. നീ പെട്ടെന്ന് വരാൻ നോക്ക്, അല്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ശ്രീകാന്തിന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ശരി പ്രിയ, എനിക്ക് മനസ്സിലായി, ഞാൻ ഉടനെ തന്നെ അവിടെ എത്തിക്കൊള്ളാം. ശരി, എങ്കിൽ പെട്ടെന്ന് വരാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ വർഷ ചോദിക്കുകയാണ്, നീ എന്തിനാ അവരോട് അങ്ങനെ പറഞ്ഞത്? നീ ഇന്ന് ഇവിടെ എൻ്റെ ഒപ്പം നിൽക്കാന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ നീ ഇന്ന് ഡ്യൂട്ടിക്ക് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞത്? പ്രിയ സംസാരിച്ചത് നീയും കേട്ടല്ലേ, വലിയൊരു ഓർഡറാണ്. അത് നമ്മൾ നടത്തി കൊടുത്തില്ലെങ്കിൽ ഞാൻ പ്രിയോടും ചെയ്യുന്ന ഒരു തെറ്റായി പോകില്ലേ, ഒരു ചതിയായി പോകില്ലേ? ഞാനാ പറഞ്ഞത് ആ ഓർഡറെല്ലാം പിടിച്ചോ, ഞാൻ തന്നെ ചെയ്തു കൊടുത്തോളാന്ന്. അപ്പം അങ്ങനെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരു തെറ്റായി പോകില്ലേ വർഷേ? നീ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഓഹോ, അപ്പോൾ നീ ഡ്യൂട്ടിക്ക് പോവുകയാണല്ലേ? അതെ, എനിക്ക് പോയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവുക. വർഷയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ശ്രീകാന്ത് തൻ്റെ ഒപ്പം നിന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം തോന്നുക. അങ്ങനെ ശ്രീകാന്ത് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുക. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ ഡ്യൂട്ടി ചെയ്യുകയാണ്. ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു കൂട്ടുകാരൻ വന്നിട്ട്, എടാ ഇപ്പം നീ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നല്ല സന്തോഷത്തോടുകൂടി തന്നെ നീ വർക്ക് ചെയ്യുന്നത്. ആ ഓർഡർ വരാനുള്ള സമയമായി, എത്രയും പെട്ടെന്ന് തീർക്കണം കേട്ടോ. പക്ഷെ നിന്റെ മുഖത്തൊന്നും സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ, എടാ അത് പിന്നെ ഭാര്യയ്ക്ക് തീരെ സുഖമില്ല, പനിയാടാ എന്ന് പറയാണ്. എന്നിട്ട് നീ ജോലിക്ക് വന്നല്ലോ, ഞാനായിരുന്നെങ്കിലേ എൻ്റെ ഭാര്യയോടൊപ്പം കൂട്ടിരുന്നാനേന്നു എന്നിങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം. അപ്പോൾ ശ്രീകാന്ത് ഇവനെന്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്ന് ചിന്തിക്കുകയാണ് ശ്രീകാന്ത്. അങ്ങനെ ഓർഡറെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ ശ്രീകാന്ത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് വരിക. അപ്പോൾ വന്നിട്ട് ഹാളിലേക്ക് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതി അവിടെ റൂമിൽ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി ഞാൻ പോവാണ്. നീ പോവാണെന്ന്? എങ്ങോട്ട് പോകാന്? ശ്രീകാന്തല്ലേ പറഞ്ഞു നിനക്ക് പനിയാന്ന്. പനി ഇത്ര പെട്ടെന്ന് മാറിയോ? നീ എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ രേവതി വർഷയുടെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ നല്ല ചൂടുണ്ടല്ലോ വർഷേ, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? നീ പോയിരിക്കുക, ഇപ്പം എങ്ങോട്ടും പോകാൻ നിൽക്കണ്ട, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ചേച്ചി. വീട്ടിലേക്ക് പോവാന്നോ? എന്തിനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നു? പനിയൊന്നും മാറട്ടെ, അതിനുശേഷം വീട്ടിലേക്ക് പോയാൽ മതി. ഇപ്പം നിനക്ക് തീരെ സുഖമില്ലല്ലോ, നീ കയറി പോകാൻ നോക്ക് വർഷേ എന്ന് പറഞ്ഞപ്പോഴേക്കും, ഇല്ല ചേച്ചി ഞാൻ നിൽക്കില്ല. കാരണം ശ്രീകാന്തിനോടെ ഞാനൊന്ന് എനിക്ക് സുഖമില്ലല്ലോ എൻ്റെ ഒപ്പം നിൽക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്ത് പറയാ, എനിക്ക് നിൽക്കാനായിട്ട് പറ്റില്ല, എനിക്കവിടെ ഒരുപാട് വർക്ക് ഉണ്ടെന്ന്. ഞാൻ രേവതി ചേച്ചിയോട് പറഞ്ഞേക്കാം നിന്നെ നോക്കാനെന്ന്. ചേച്ചിയാണ് എന്നെ നോക്കേണ്ടത്, അല്ലെങ്കിലും ശ്രീകാന്ത് പറഞ്ഞിട്ടാണോ ചേച്ചി എന്നെ നോക്കിക്കൊണ്ടിരുന്നത്? അല്ലെങ്കിൽ ചേച്ചി എന്നെ നോക്കൂലേ? ഞാൻ നോക്കും വർഷേ. അപ്പോൾ പിന്നെ ഇതിന് ശ്രീകാന്ത് അങ്ങനെ പറയുന്നത്? എൻ്റെ കൂടെ ഒരു നിമിഷം പോലും ഇരിക്കാനായിട്ട് ശ്രീകാന്തിന് കഴിയില്ല. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കാതെയാണ് കല്യാണം കഴിച്ചത്, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് അവനിപ്പോൾ എന്നെ മടുത്തു ചേച്ചി, അതുകൊണ്ടാ അവൻ എനിക്ക് മുഖം പോലും തരാതെ ഇവിടുന്ന് പോയി കളഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാനായിരുന്നല്ലോ. ചേച്ചിയുടെ കാലിന് ഇത് പറ്റി, പിന്നെ ചേച്ചിയുടെ നെറ്റി പൊട്ടി. ആ സമയത്തൊക്കെ സച്ചിയേട്ടൻ ചേച്ചിക്ക് വേണ്ടി കൂട്ടിയിരുന്നിട്ടില്ലേ? ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിട്ടില്ലേ? അങ്ങനെയാണ് നല്ല ഭർത്താക്കന്മാർ ചെയ്യേണ്ടത്. ശ്രീകാന്ത് അങ്ങനെയല്ല, ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എന്നൊക്കെ പറയാണ്. അയ്യോ വർഷ, നീ അങ്ങനെയൊന്നും പറയല്ലേ, നീ വീട്ടിലേക്ക് പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇവിടെ നിൽക്ക് വർഷ എന്ന് പറഞ്ഞപ്പോഴേക്കും വർഷ നിൽക്കാനായിട്ട് തയ്യാറല്ല. വർഷയാണെങ്കിൽ അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രയുടെ വരവ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, വർഷ നീ എങ്ങോട്ട് പോവാണ്? ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോകുന്നോ? എന്തിനു വീട്ടിൽ പോകുന്നത്? അതെ,
ആൻറ്റിയുടെ മകൻ കാരണം തന്നെയാണ്. അയ്യോ എന്ത് ചെയ്തു, എന്താ പ്രശ്നം? അതെ രേവതി, നീ എന്താടി ഇവളോട് ചെയ്തത്? നിങ്ങൾ രണ്ടൊരു വഴക്കിട്ടോ? ആഹാ, എന്ത് കാര്യം പറഞ്ഞാൽ അമ്മ എന്തിനാ എൻ്റെ മെക്കിട്ട് കയറുന്നത്? ശ്രീകാന്ത വർഷം കൂടി വഴക്കിട്ടു, അതിനാ വർഷ വീട്ടിലേക്ക് പോകുന്നത്. അയ്യോ മോളെ, എന്താ കാര്യം? എന്താന്ന് വെച്ചാൽ പറ. അതെ, മകനോട് തന്നെ ചോദിച്ചാൽ മതി. ഞാൻ വീട്ടിലോട്ട് പോകും, എനിക്കിവിടെ നിൽക്കുന്ന പ്രശ്നമില്ല, എനിക്ക് പോയേ മതിയാവുള്ളൂ എന്നൊക്കെ പറയാം. അയ്യോ ഇതെന്ത് ദൈവമേ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം മോളെ. നീ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും? ഇതല്ലേ നിന്റെ വീടല്ല, ഇത് ശ്രീകാന്തിന്റെ വീടാ, എൻ്റെ വീട് വേറെയാണെന്ന് പറയാം. മോളെ നീ പോകരുത്, ആൻറ്റിയല്ലേ പറയുന്നത്, ആൻറ്റി അവിടെ മാറിയുന്നേ, എനിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയെ ധിക്കരിച്ചുകൊണ്ട് വർഷ അവിടെ നിന്ന് പോവാണ്. വർഷ പോയി കഴിഞ്ഞപ്പോഴേക്കും വർഷ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് ചന്ദ്ര. പക്ഷേ ചന്ദ്ര നേരെ രേവതിയുടെ അടുത്ത് ചെന്നിട്ട് അവള് പോയ പോക്ക് കണ്ടില്ലേ, എൻ്റെ വാക്ക് പോലും ധിക്കരിച്ചുകൊണ്ട് അവള് പോയതാണ്. ഇവളേക്ക് എന്താ ചെയ്യേണ്ടത്? നീയാണ് അവളെ വഷളാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രേവതിക്ക് നേരെ കുറ്റം മാറിയിട്ട് നേരമില്ല. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ വർക്കുകളെല്ലാം കുറേ അവസാനിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രിയ പറയുകയാണ്, അതേ ശ്രീകാന്ത് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, എല്ലാ വർക്കുകളും അടിപൊളിയായിട്ട് തന്നെ അവസാനിച്ചു, ഇനി നിന്നിൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ എനിക്ക് എൻ്റെ ഭാര്യയോട് സംസാരിക്കുക. അത് അയ്യോ അതെ അമ്മയാണോ വിളിക്കുന്നത്, സംസാരിച്ചോ? ആ അമ്മേ, എന്താ അമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടാ നീ ഇതെവിടെയാണ്? ഞാനിവിടെ. നിന്റെ ഭാര്യ ഇവിടെ എന്താടാ കാണിച്ചു കൂട്ടുന്നത്? എന്താ അമ്മേ? നിന്റെ ഭാര്യയെ അവളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയിന്നോ? എന്താ കാരണം? അത് എന്നോട് എനിക്ക് ചോദിക്കാനുള്ളത്. അവൾ ഭയങ്കര ദേഷ്യപ്പെട്ട അവിടെ നിന്ന് പോയത്. അപ്പോൾ സച്ചിയും രേവതിയും ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. നമ്മുടെ ചന്ദ്ര പറയുന്നത്, അമ്മേ അത് പിന്നെ അവൾക്ക് പനിയായിരുന്നു ഇന്ന്, അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു കൂട്ടിരിക്കണമെന്ന്. ഞാൻ കൂട്ടിരിക്കാതെ ഡ്യൂട്ടിക്ക് പോന്നു, അതാണ് പ്രശ്നം. അത് ശരി, അതാണോ പ്രശ്നം? ഇങ്ങനെ കൂട്ടിരിക്കാത്തത് കൊണ്ടാണ്? എടാ ഭാര്യക്ക് സുഖമില്ലാതെ വന്നാൽ നീ കൂട്ടിരുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? നീ ഇങ്ങനെ നോക്കിയിരുന്ന അവളുടെ അസുഖം മാറോ? ഇല്ലല്ലോ. ഇതേ നിന്റെ അച്ഛനെ ഡ്രൈവർ ജോലിയായിരുന്നു, ആ സമയത്ത് എനിക്കും ഇങ്ങനെ കുറേ അസുഖങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനോട് കൂട്ടിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം ആണെങ്കിൽ അയൽവക്കക്കാരോടോ അല്ലെങ്കിൽ ബാമയോടോ എന്നെ നോക്കണമെന്നും പറഞ്ഞിട്ട് പോകും. എടാ അതാടാ നല്ല ഭാര്യമാരെ ചെയ്യേണ്ടത്. എൻ്റെ മഹത്വേ അദ്ദേഹത്തിന് നന്നായിട്ട് തന്നെ അറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് ധിക്കരിച്ച് ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് സച്ചിയുടെയും രേവതിയുടെ മുന്നിൽ വെച്ചാണ് ഈ പറയുന്നത്. ഇത് കേട്ട് ഇവർക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. ഇത് എന്താണ് ഈ അമ്മ കിടന്ന് പറയുന്നത്? ഓ മഹത്വം, ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടാ, കേട്ടാ പിന്നെ അത് മതി. എടാ ശ്രീകാന്തേ, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നിന്റെ ഭാര്യയ്ക്ക് ഇത്തിരി ധിക്കാരം കൂടുതലാണ്. അത് പിന്നെ അമ്മേ, ഞാൻ അവളെയും കൂട്ടി വരാം. അവളെയും കൂട്ടി വരാന്നോ? നീ വർഷയും കൂട്ടി ഇങ്ങോട്ട് വരാന്നോ? നീ എന്തൊരു ഭർത്താവാണ്? നീ ഇങ്ങനെ പെൺകോന്തനായിട്ട് ജീവിക്കരുത്. അവൾ ഇവിടെ നിന്ന് തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ, അതുകൊണ്ട് എല്ലാം കഴിയുമ്പോഴേക്കും അവളും അടങ്ങി വന്നോളും. വന്നില്ലെങ്കിൽ അവിടെ നിൽക്കട്ടേന്നേ. നീ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ വില പോകും. ഞാൻ ഇവിടെ നിന്ന് പിണങ്ങിയൊന്നും എൻ്റെ വീട്ടിലൊക്കെ ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് രവിയേട്ടൻ്റെ ഒപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. ഞാൻ അത്രയ്ക്ക് നല്ല ഭാര്യയാണ് ഞാൻ എന്നൊക്കെ സ്വയം പുകഴ്ത്തുക. ഇത് കേട്ട നമ്മുടെ സച്ചി അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുക. എന്താണ് ചിരിക്കുന്നത്? ഒന്നുമില്ലേ, ഒരു മഹത്വമായ ഭാര്യ. എന്താടാ എൻ്റെ മഹത്വത്തിന് എന്താടാ കുറവ്? ഒരു കുറവുമില്ല, നല്ല മഹത്വമാണ് എന്നവിടെ സംസാരിക്കുകയാണ്. എടാ ശ്രീകാന്തേ, ഈ അമ്മ പറയുന്ന മോൻ കേൾക്കണം. അവളെ പോയി വിളിക്കേണ്ട ആവശ്യമില്ല, അവൾ വരുമ്പോൾ വരട്ടെ. എൻ്റെ വില അവരുടെ മുന്നിൽ നീ കളയാൻ നിൽക്കരുത്. അതിനു വേണ്ടിയാണ് വർഷയെ നിൽക്കുന്നത്. അവൾ അഹങ്കാരമൊക്കെ തീർന്നിട്ട് അവൾ തിരിച്ചു വരും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ, സച്ചിയേട്ടാ അമ്മ പറഞ്ഞാൽ പറച്ചിൽ കേട്ടില്ല, ഇതെന്തൊരു പറച്ചിലാണ്? ഇങ്ങനെയാണോ? ശ്രീകാന്തിനോട് പറയാ വർഷയെ കൂട്ടിക്കൊണ്ട് വരരുതെന്ന്. ഇവരൊക്കെ കയറി ഇടപെട്ട് വർഷയെയും ശ്രീകാന്തിനും രണ്ടാക്കി പിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ചെയ്യണം സച്ചിയേട്ടാ. എന്ത് ചെയ്യാനാ? ശ്രീകാന്ത് ആണെങ്കിൽ അവൻ്റെ അമ്മ പറയുന്ന അനുസരിക്കുന്ന മോനാണ്. അപ്പം നമുക്കിതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. എങ്ങനെയും വർഷയുടെ കൂട്ടിക്കൊണ്ട് വരാം, അല്ലെങ്കിൽ ഇത് വഷളായി പോകും എൻ്റെ സച്ചിയേട്ടാ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.